12 സങ്കീർത്തനം വായിക്കുമ്പോൾ ഐശ്വര്യവും സമ്പത്തും നീതിമാന്റെ വീട്ടിൽ ഉണ്ടാകുമെന്ന് എഴുതിയിരിക്കുന്നു. വിശ്വസിക്കാം, നമുക്കും ഐശ്വര്യവും സമ്പത്തിനാലും നിറയാം. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. ദുർവർത്തമാനം എന്നെ ഭയപ്പെടുത്തുകയില്ല, ദുർവർത്തമാനം എന്നെ ഭയപ്പെടുത്തുകയില്ല. എന്റെ ഹൃദയം യേശുവിലെന്നും ആശ്രയിച്ചുറച്ചിരിക്കും, എന്റെ ഹൃദയം യേശുവിലെന്നും ആശ്രയിച്ചുറച്ചിരിക്കും. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. ടി വി പ്രേക്ഷക സംഗമം ഏപ്രിൽ 18 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മൂത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറാണി. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഏപ്രിൽ 21 രാവിലെ 8 മണി മുതൽ. സ്ഥലം സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഏപ്രിൽ 28 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ക്യാമ്പ് തിരുവനന്തപുരം മെയ് 1-2 തീയതികളിൽ ബ്രദർ ജോൺ താരു ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. സ്ഥലം കോട്ടയ്ക്കാട്ട് കൺവെൻഷൻ സെന്റർ, നവജീവൻ സ്കൂളിന് എതിർവശം, നാലാഞ്ചിറ. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസങ്ങളുടെ കർത്താവ് തന്നതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്, ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനവും എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അത് ഏത് കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത്. ദൈവജനം പറയുക, നിൻ്റെ വാക്കുകളോടോ ജ്ഞാനത്തോടോ എതിർത്ത് നിൽക്കുവാൻ ആർക്കും കഴിയത്തില്ല. ക്രിസ്തു വസിക്കുന്ന ഒരാളുടെ പ്രത്യേകതയാണത്. ആ ജ്ഞാനത്തോടോ വാക്കുകളോടോ എതിർത്ത് നിൽക്കാൻ ആർക്കും കഴിയത്തില്ല. ഈ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത അത് നമ്മൾ സെക്യുലർ ഡിഗ്രിയോട് താരതമ്യം ചെയ്യാൻ കഴിയത്തില്ല. അതിനൊത്തതല്ല ഈ ജ്ഞാനം എന്ന് പറയുന്നത്. ശലോമോന് ദൈവം ജ്ഞാനം കൊടുത്തപ്പോൾ ആ ജ്ഞാനത്തെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ലായിരുന്നു. ആ വിധത്തിലായിരുന്നു ക്രിസ്തുവിൻ്റെ ജ്ഞാനം എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ അതെന്നിൽ വെളിപ്പെടുന്നത്. അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവൻ്റെ നദികൾ നിങ്ങളിൽ നിന്ന് ഒഴുകുമെന്നാണ്. ഓരോ നദികൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഞാനും നിങ്ങളിൽ വസിക്കുന്നു എന്ന ബോധത്തോടെ ആയിരുന്നാട്ടെ. കർത്താവിനോടൊപ്പം നടന്നാട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. എൻ
എന്റെ അകത്ത് ദൈവത്തിന്റെ ജ്ഞാനം അവൈലബിൾ ആണ്. ഉറക്കെ പറ, എന്റെ അകത്ത് ദൈവിക ജ്ഞാനം അവൈലബിൾ ആണ്. ഒന്നുറക്കെ പറ, ദൈവത്തിന്റെ ജ്ഞാനം അവൈലബിൾ ആണ്. എന്ത് കാര്യവും സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന ദൈവിക ജ്ഞാനം. ആരുടെ ജ്ഞാനം അറിയോ? കണ്ടോ വാചകം, ദൈവത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ ജ്ഞാനം, ക്രിസ്തുവിലൂടെ അവൻ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമാണ്. അവൻ ദൈവത്തിന്റെ ജ്ഞാനമാണെങ്കിൽ നിങ്ങൾക്കറിയാവോ, യേശുവിന്റെ അടുക്കൽ വന്ന് പരീശന്മാർ അവനെ തോൽപ്പിച്ചില്ല, സദുക്യന്മാർ അവനെ തോൽപ്പിച്ചില്ല, ശാസ്ത്രിമാർ അവനെ തോൽപ്പിച്ചില്ല, താർക്കികന്മാർ അവനെ തോൽപ്പിച്ചില്ല. കാരണം അവന്റെ ജ്ഞാനത്തോട് എതിർത്ത് നിൽക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അടുക്കളക്കാരനായ കുശിനിക്കാരനായ സ്റ്റെഫാനോസിനോട് ചോദിക്കാം, സ്റ്റെഫാനോസെ നിന്റെ കാര്യം എന്തുവാ? അവൻ പറയും, എന്റെ ജ്ഞാനത്തോട് ചുറ്റും നിൽക്കുന്ന പരീശന്മാർക്കോ ശാസ്ത്രിമാർക്കോ ന്യായാധിപൻ അല്ലെങ്കിൽ പരീശന്മാർക്കോ ശാസ്ത്രിമാർക്കോ സദൂക്യർക്കോ എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. എതിർത്ത് നിൽക്കാൻ കഴിയാത്ത ജ്ഞാനമുണ്ടായി. അത് ആരുടെ ജ്ഞാനമാ? ദൈവത്തിന്റെ ജ്ഞാനമായിരുന്നു. ലൂക്കോസ് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ജ്ഞാനത്തോടോ വാക്കിനോടോ ആർക്കും എതിർക്കാൻ കഴിയത്തില്ല. കൈകൾ അടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. എതിർക്കാൻ കഴിയാത്ത, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ദൈവിക ജ്ഞാനത്തിന്റെ ഉറവിടമാണ് എന്റെ അകത്തുള്ളത്. ഉറവിടമാണ് എന്റെ അകത്തുള്ളത്. ഒന്ന് കൈകൾ അടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ജ്ഞാനത്തിന്റെ ഉറവിടം എന്റെ അകത്ത്. ഉറങ്ങപ്പെടാ, ജ്ഞാനത്തിന്റെ ഉറവിടം എന്റെ അകത്ത്. ജ്ഞാനത്തിന്റെ ഉറവിടം എന്റെ അകത്ത്. വേദപുസ്തകത്തിൽ ഉത്തമഗീതത്തിൽ അതിന്റെ 8-4 അധ്യായത്തിൽ പറയുക, ഞാൻ എന്റെ കിണറിനെ മുദ്രയിട്ടിരിക്കുന്നു. മുദ്രയിട്ട കിണറാണ് നിങ്ങൾ. ഒന്ന് കൈയടിച്ചൊരു ആമീൻ പറയാവോ? കിണറുകൾ ധാരാളം എവിടെ ഉണ്ട്? ആ ഉദ്യാനത്തിലുണ്ട്, ആ തോട്ടത്തിലുണ്ട്. പക്ഷെ നിങ്ങൾ എന്താണ്? മുദ്രയിട്ട കിണറുകളാണ്. എന്തിനാണ് മുദ്രയിട്ട കിണറുകൾ എന്ന് പറയുന്നത്? അതിലെ ഉറവ ഒരു നാളും വറ്റത്തില്ല. അതിലെ ഉറവ ഒരു നാളും വറ്റത്തില്ല. കൈകൾ അടിച്ചൊരു നല്ല ആമീൻ പറഞ്ഞാട്ടെ. ജീവന്റെ ഉറവ നിങ്ങളിൽ വസിക്കുകയാണ്. ജീവന്റെ ഉറവ നിങ്ങളിൽ വസിക്കുകയാണ്. ജീവനദി നിങ്ങളിൽ ഒഴുകുകയാണ്. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവന്റെ നദിയല്ല, നദികൾ ഒഴുകും. പരിശുദ്ധാത്മാവ് വരുമ്പോ ജ്ഞാനത്തിന്റെ നദി ഒഴുകും, രോഗസൗഖ്യത്തിന്റെ നദി ഒഴുകും, അത്ഭുതങ്ങളുടെ നദി ഒഴുകും, അടയാളങ്ങളുടെ നദി ഒഴുകും. നിന്റെ അകത്തുനിന്ന് നദികൾ ഒഴുകും. ജ്ഞാനം നിങ്ങളുടെ അകത്തുണ്ട്. ജ്ഞാനം നിങ്ങളുടെ അകത്തുണ്ട്. വിസ്ഡം നിങ്ങളുടെ അകത്തുണ്ട്. അറിവ് നിങ്ങളുടെ അകത്തുണ്ട്. എനിക്ക് ജ്ഞാനമായി ചിലത് ചെയ്യാൻ പറ്റും. ഞാൻ പൊട്ടിയല്ല, ഞാൻ പൊട്ടനല്ല, ഞാൻ കഴിവില്ലാത്തവനല്ല, ഞാൻ ആരോ പറഞ്ഞ വ്യക്തിയല്ല. ആ കാര്യം ഇതുവരെ ആയിരുന്നത് പോലെ അല്ല. ഇപ്പോൾ ഞാൻ ദൈവത്തിന്റെ മകളാണ്. ഞാൻ ഇപ്പോൾ ദൈവത്തിന്റെ മകനാണ്. എനിക്ക് ചിലത് കഴിയും. സഹോദരങ്ങളെ, ക്രിസ്തുവിൽ വന്നതിന് ശേഷവും നിന്റെ അമ്മ, നിന്റെ ഭർത്താവ്, നിന്റെ ഭാര്യ നിന്നോട് പറഞ്ഞു, നീ കഴിവില്ലാത്തവനാ, അറിവില്ല. കേൾക്കരുത്, അങ്ങനെയല്ല. നീ ഭർത്താവ് പറഞ്ഞു, നീ പൊട്ടിയ അല്ലല്ല, നീ പൊട്ടിയല്ല. നിന്റെ അകത്ത് ക്രിസ്തു വസിക്കുന്നു. ഈ കഴുതയെ കൊണ്ട് തോറ്റു, നീ കഴുതയല്ല, നീ കഴുതയാകാൻ കഴിയത്തില്ല. നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ പറയുന്ന പോത്ത്, ഈ പോത്തിനെ കൊണ്ട് തോറ്റു. അല്ല, നീ പോത്തല്ല, നീ കഴുതയല്ല, അതൊന്നും അല്ല നീ. പകരം നീ ദൈവിക ജ്ഞാനം വസിക്കുന്ന ആളാണ്. കഴിവുകെട്ടവനല്ല നീ. ഒരുപക്ഷേ ഇന്നലകൾ വരെ കഴിവുകെട്ടവനായിരുന്നു. യേശു വസിക്കുന്ന മുമ്പ് വരെ കഴിവുകെട്ടവനായിരുന്നു. പക്ഷേ ഇന്ന് നീ അങ്ങനെയല്ല. ഇന്ന് നീ അങ്ങനെയല്ല. ഇന്ന് നീ അങ്ങനെയല്ല. കാരണം ക്രിസ്തു ജ്ഞാനമായി നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ക്രിസ്തു ജ്ഞാനമായി നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ആ ചേർന്ന് കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേ. എന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ജ്ഞാനം വസിക്കുന്നു. എന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ജ്ഞാനം വസിക്കുന്നു. സഹോദരങ്ങളെ, ക്രിസ്തുവിന്റെ ജ്ഞാനം നിങ്ങളുടെ വിദ്യാഭ്യാസവുമായി യാതൊരു ബന്ധവുമില്ല. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറഞ്ഞ്, ക്രിസ്തുവിന്റെ ജ്ഞാനം നിങ്ങളുടെ വിദ്യാഭ്യാസവുമായി യാതൊരു ബന്ധവുമില്ല. വേറൊരാളോട് പറ, നിങ്ങളുടെ PhDയുമായി യാതൊരു കണക്ഷൻ ഇല്ലാതെ പോകുന്നതാണ്
എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ PhD-യുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാതെ പോകുന്നതാണ് ക്രിസ്തുവിന്റെ ജ്ഞാനം. വേറൊരാളോട് പറ, നിങ്ങളുടെ PhD-യുമായിട്ട് എന്തില്ല തന്നെ, യാതൊരു കണക്ഷനും ഇല്ല. അതുകൊണ്ടാ 4-ാമത്തെയും അപ്പോസ്തല പ്രവൃത്തിയിൽ പരീശന്മാരും ശാസ്ത്രിമാരും ഇതാ പത്രോസിനെ കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു. എന്താ കാര്യം പറയുന്നറിയോ? അവർ വിദ്യാഭ്യാസമില്ലാത്ത സാമാന്യ ജനമെന്നവർ അറിഞ്ഞു. എന്തായിരുന്നു അവരെ? വിദ്യാഭ്യാസമില്ലാത്ത സാമാന്യ ജനം അറിഞ്ഞു. അവരിൽ വ്യാപരിക്കുന്ന ധൈര്യം കണ്ടിട്ട് അവർ ആശ്ചര്യപ്പെട്ടു. അവർ നോട്ടീസ് ചെയ്ത എന്താ? ഒന്ന് അവരുടെ ധൈര്യമാണ്. ആ നോട്ടീസ് ചെയ്ത സമയത്ത് ഒരു കാര്യം കൂടെ അവർ പറയുക, അവരിൽ വിദ്യാഭ്യാസമില്ല, കഴിവുകളില്ല. സഹോദര, നിന്റെ PhD അല്ല ഇത്, പകരം ദൈവത്തിങ്കിൽ നിന്നുള്ള ജ്ഞാനമാണ്, ഉയരത്തിങ്കിൽ നിന്നുള്ള ജ്ഞാനമാണ്. ഒന്ന് ഉറക്കെ പറ, ഉയരത്തിങ്കിൽ നിന്നുള്ള ജ്ഞാനമാണ്, ഉയരത്തിങ്കിൽ നിന്നുള്ള ജ്ഞാനമാണ്. ഉറക്കെ പറ, ഉയരത്തിങ്കിൽ നിന്നുള്ള ജ്ഞാനമാണ്. എന്റെ കൂടെ പറഞ്ഞ്, എന്നിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം വസിക്കുന്നു, എന്നിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം വസിക്കുന്നു. ശബ്ദം ഉയർത്തി പറ, എന്നിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം വസിക്കുന്നു, എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ജ്ഞാനം വസിക്കുന്നു. കമോൺ, വായ് തുറന്ന് പറ, എന്നിൽ സകല കാര്യങ്ങളും സൊല്യൂഷൻ ചെയ്യുവാൻ എനിക്ക് കഴിയും, സകലത് നന്നായി ചെയ്യുവാനായി കഴിയും. ഞാൻ പത്രോസിനെ കണ്ടത്, ശ്രദ്ധിക്കണേ, പത്രോസിനെ 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ പത്രോസ് ഒരു പ്രശ്നം സോൾവ് ചെയ്യുകയാണ്. അടുത്തിരിക്കുന്നവരോട് പറ, ഒരു പ്രശ്നം സോൾവ് ചെയ്യുകയാണ്. എങ്ങനെയാ പ്രശ്നം? യഹൂദന്മാരായിരിക്കുന്ന ആളുകൾ പറഞ്ഞു, നീ ജാതികളുടെ പോയി ഭക്ഷണം കഴിച്ചു, നീ അങ്ങനെ ചെയ്തത് എന്താ? അവർ ശബ്ദം ഉയർത്താൻ തുടങ്ങി, ഒരു കൂട്ടം ആളുകളുടെ മുമ്പിൽ സംസാരിക്കുക. ആ സമയത്ത് യഹൂദനായ അല്ലെങ്കിൽ യഹൂദ മര്യാദയിൽ ജീവിച്ചിരുന്ന പത്രോസ് നിങ്ങൾ പറയുന്ന പോലെയൊന്നും അല്ല എന്ന് പറയുന്ന പോലെയല്ല സംസാരിക്കുന്നത്. മീൻപിടുത്തക്കാരനായ പത്രോസ്, വേദപുസ്തകം പറയുന്നത്, അവൻ ആദ്യം മുതൽ സംഭവിച്ചത് ക്രമമായി അവരെ വിശദീകരിച്ചു. ഞാൻ ആ വാചകം ഒന്ന് വായിച്ചോട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വാചകം, അതുകൊണ്ടാണ് വായിക്കാൻ തോന്നുന്നത്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പത്രോസ് യെരൂശലേമിൽ എത്തിയപ്പോൾ പരീശന്മാർ, പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു, നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോട് കൂടെ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു. പത്രോസ് കാര്യം ആദ്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ചു പറഞ്ഞത്. അയ്യോ, എന്നെ പരിപാടി സോളി, നമ്മൾ വല്ലതും ക്രമമായിട്ട് വിവരിക്കാൻ പറയൂ. നീ വേണമെങ്കിൽ കേട്ടാൽ മതി, എനിക്ക് ദൈവം വെളിപ്പാട് വന്നോ, ജ്ഞാനമില്ല കേട്ടോ. ആമേൻ. നീ വേണേ കേട്ടാൽ മതി, നീ വേണേ വിശ്വസിച്ചാൽ മതി, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ദൈവം എന്നെ എവിടെയോ മേളിലാക്കി വെച്ചിരിക്കുന്നത് എനിക്കറിയാം. എവിടെയോ പ്രശ്നമുണ്ട്. നമ്മൾ സ്ഥാനമാനങ്ങളിൽ നിൽക്കുന്ന ആളുകളോട് ചോദിക്കാൻ, ജോസഫ് സാറേ, സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന ആൾ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, നിങ്ങളെന്നെ പഠിപ്പിക്കണ്ട എന്നേ നമ്മൾ പറയത്തുള്ളൂ. 2, നിങ്ങളെ എൻ്റെ കീഴിലെങ്കിൽ ഇരുന്ന് കേട്ടാൽ മതി, അതിനപ്പുറത്തൊന്നും ചെയ്യണ്ട, എന്നെയാ ദൈവം അവിടെ ആക്കി വെച്ചേ. ഇതൊന്നും പത്രോസ് പറയുന്നില്ല കേട്ടോ, ഇതൊന്നും പത്രോസിന്റെ ഭാഷയല്ല. അടുത്തിരിക്കുന്നവരോട് പറ, ഇത് പത്രോസിന്റെ ഭാഷയല്ല. ആമേൻ. അതുകൊണ്ട് അവൻ നേതൃത്വ ഗുണത്തിനുള്ള പ്രത്യേകതകൾ കാണുകയാ. നേതൃത്വ ഗുണമുള്ള പ്രത്യേകതകൾ. അതായിട്ട് ചോദിച്ചേ, നീ അഗ്രചർമ്മികളുടെ കൂടെ ചെന്ന് അവരോട് കൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് കാര്യം ആദ്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ചു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പത്രോസ് അതുവരെയുള്ള മീൻപിടുത്തക്കാരനല്ല. അടുത്തിരിക്കുന്നവരോട് പറ, പത്രോസ് അതുവരെ എന്തല്ല, അതുവരെയുള്ള അറിവില്ലാത്ത, എന്തിനും ചാടുന്ന, എന്തിനും ബഹളം വെക്കുന്ന എടുത്തിയാടക്കാരനല്ല. ആയിരങ്ങളുടെ മുകളിൽ ഒരു നേതാവായി മാറിയിരുന്നു. ക്രമമായി ചില കാര്യങ്ങളെ ചെയ്യുവാൻ അവനിപ്പോൾ അറിയാം. എന്ന് പറഞ്ഞേ, ക്രമമായി ചിലത് ചെയ്യാൻ അവനിപ്പോൾ അറിയാം. കാരണം എന്നാന്നറിയോ? ക്രിസ്തു അവന്റെ ഉള്ളിൽ വസിക്കുന്നു. ഉറക്കെ പറ, ക്രിസ്തു അവന്റെ ഉള്ളിൽ വസിക്കുന്നു. ഉറക്കെ പറ, ക്രിസ്തു അവന്റെ ഉള്ളിൽ വസിക്കുന്നു. ഒന്ന് ചേർന്ന് കൈയടിച്ചു പറ. അടുത്തിരിക്കുന്നവരോട് പറ, ക്രിസ്തു നിങ്ങളിൽ വസിക്കുമ്പോൾ ക്രമമായി ചിലത് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധ്യമാണ്. ഒന്നും കൂടെ പറ, ക്രിസ്തു നിങ്ങളിൽ വസിക്കുമ്പോൾ ക്രമമായി, ചിട്ടയായി, ഭംഗിയായി ചിലത് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധ്യമാണ്. അത് ക്രിസ്തുവിന്റെ ജ്ഞാനമാണ്. കൈകളടിച്ചൂടെ ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ ശലോമോനിലേക്ക് പോയാൽ ശലോമോന്റെ ജ്ഞാനത്തിന്റെ പ്രത്യേകത അവന്റെ ദാസന്മാരുടെ നടപ്പ്, അവരുടെ ഇരിപ്പ്, അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം. വാചകം ഉപയോഗിച്ചിരിക്കുന്നു, അവരുടെ ദാസന്മാരുടെ നടപ്പ്, ഇരിപ്പ്. അതിന്റെ അർത്ഥം എന്നാന്നറിയോ സഹോദരങ്ങളെ? അടക്കും ചിട്ടയും ജ്ഞാനത്തിന്റെ ഭാഗമാണ്.
ക്രമമായി വിവരിക്കുക ജ്ഞാനത്തിന്റെ ഭാഗമാണ്. പത്രോസേ, നീ എടുത്തിയാട്ടക്കാരനല്ലേ? പത്രോസേ, ഈ വിധത്തിലെ അറിവ് നിനക്കുണ്ടോ? അവൻ പറയും, ഇല്ലായിരുന്നു സഹോദര. പക്ഷെ ക്രിസ്തു എന്റെ അകത്ത് വാസം ചെയ്യാൻ തുടങ്ങിയപ്പോ ചിന്തകൾ മാറി, വിചാരങ്ങൾ മാറി, കഴിവുകൾ മാറി. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. എന്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു. ഒന്ന് പറ. ജ്ഞാനമായവൻ എന്റെ ഉള്ളിൽ വസിക്കുന്നു. ജ്ഞാനമായവൻ എന്റെ ഉള്ളിൽ വസിക്കുന്നു. ഉറക്കെ പറ, ജ്ഞാനമായവൻ എന്റെ ഉള്ളിൽ വസിക്കുന്നു. ദൈവത്തിന്റെ ജ്ഞാനം നമ്മളിൽ എന്താണ്? അവൈലബിൾ ആണ്. ഒരു നല്ല ആമീൻ പറഞ്ഞായിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ആ ചിന്തയിലേക്ക് എത്താൻ പറ്റത്തില്ല. സോ എൻ്റെ ഉള്ളിൽ ചോദ്യം വന്നത് ഇങ്ങനെയാ, കർത്താവേ, ഈ അവൈലബിൾ ആയ ജ്ഞാനം എങ്ങനെയാണ് എനിക്ക് കേൾക്കാനായി കഴിയുന്നത്? ഒന്ന് ചോദിച്ചേ സ്വയം ഒന്ന്. ഈ അവൈലബിൾ ആയ ജ്ഞാനത്തെ, ക്രിസ്തുവിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ എന്തോ ഉണ്ട്, അവൈലബിൾ ആണ്. ക്രിസ്തുവിലൂടെ നമുക്ക് എന്താണ്? അത് ലഭ്യമാണ്. പക്ഷെ എങ്ങനെയാണ് ഇതിന് കേൾക്കാൻ പറ്റുന്നത്? എങ്ങനെയത് മനസ്സിലാക്കാൻ പറ്റുന്നത്? ആദ്യത്തെ ആൻസർ, അടുത്തിരിക്കുന്നവരോട് പറ, ആദ്യത്തെ ആൻസർ. ആമേൻ. ഹൗ ക്യാൻ വി ഹിയർ ഇറ്റ്? അതിന്റെ ആദ്യത്തെ ആൻസർ സദൃശവാക്യങ്ങൾ 1:33, എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കും. ആദ്യത്തെ വാക്ക് ഞാൻ പറയാം, വാക്കുകളിലൂടെയാണ് വിസ്ഡം കേൾക്കാനിടയാകുന്നത്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. എന്താണ്? വാക്കുകളാണ്. ഉറക്കെ പറ. വാക്കുകൾ വിസ്ഡത്തെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. വാക്കുകൾ. ഏത് വാക്കുകളെ കുറിച്ചാണ് വേദപുസ്തകം ഈ പറയുന്നത്? ഒത്തിരി കാര്യങ്ങൾ പറയണം. ഞാൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ ക്രിസ്തു എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് അവൻ്റെ ദൈവത്തിൻ്റെ ജ്ഞാനം തരുന്നത് എന്ന വിഷയമാണ്. ആദ്യത്തെ ഒന്നാമത്തെ കാര്യം, അത് വാക്കുകൾ കേൾക്കുന്നവനെന്നാണ്. എന്താണ് വാക്കുകൾ കൊണ്ട് എന്നർത്ഥമാക്കിയത്? വിസ്ഡം എങ്ങനെയാണ് എന്നോട് സംസാരിക്കുന്നത്? വാക്കുകളിലൂടെ എങ്ങനെയാണ് സംസാരിക്കുന്നത്? വിസ്ഡം എങ്ങനെയാ വാക്കുകളിലൂടെ എന്നോട് സംസാരിക്കുന്നത്? അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് ചോദിച്ചേ, വിസ്ഡം എങ്ങനെയാണ് വാക്കുകളിലൂടെ സംസാരിക്കുന്നത്? ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കട്ടെ. സദൃശവാക്യങ്ങളിലേക്ക് തന്നെ ഒന്ന് വരാം. 5-ാം അധ്യായം 2-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു വായിക്കാം. ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എൻ്റെ ബോധത്തിനെ ചെവി ചായ്ക്കണം. ജ്ഞാനത്തെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ വാക്കുകളെ ശ്രദ്ധിക്കണം. അടുത്തിരിക്കുന്നവരോട് പറ, വാക്കുകൾ ശ്രദ്ധിക്കണം. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, ബോധത്തിന് ചെവി ചായ്ക്കണം. ബോധത്തിന് ചെവി ചായ്ക്കണം. അടുത്ത വാചകം കുറച്ച് മനോഹരമായൊരു വാചകമാ. പരസ്ത്രീയുടെ അധരത്തിൽ നിന്ന് തേനിറ്റു വീഴുന്നു, അവളുടെ അണ്ണാക്ക് എണ്ണയേക്കാൾ മൃദുവാകുന്നു. ആമേൻ. നോക്ക്, പരസ്ത്രീയുടെ വാക്കുകൾ, കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, മധുരമൂറുന്ന വാക്കുകൾ കൊണ്ട് നിന്നെ വശീകരിക്കുന്നത് നീ കേൾക്കരുത്. ആമേൻ. ഒരു നല്ല ഒരു ഉപദേശം പറയുക ദൈവത്തിന്റെ വചനം. മധുരമൂറുന്ന വാക്കുകൾ നിന്നെ സ്വാധീനിക്കരുത്. അടുത്തിരിക്കുന്നവരോട് പറ, മധുരമൂറുന്ന വാക്കുകൾ നിന്നെ സ്വാധീനിക്കരുത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇന്നത്തെ യുവതലമുറ മുഴുവനും ഇന്റർനെറ്റിനകത്ത്. യുവതലമുറ എന്ന് പറഞ്ഞ പോരാ, പ്രായമുള്ള തലമുറ ഇന്റർനെറ്റിനകത്താണ്. യുവതലമുറ ഇൻസ്റ്റഗ്രാമോ, അല്ലേ? തെറ്റിയില്ലല്ലോ. ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബിനകത്തുമാണ്. അവരെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവരുടെ ചാറ്റിങ്ങിലാണ്. കൂടുതൽ പേരും എന്താണ്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാമിലെ ചാറ്റിങ്, മെസ്സഞ്ചർ, അങ്ങനെ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നതിന് ചില ആപ്പുകളിലാണ് അവർ സംസാരിക്കുന്നത്. വാക്കുകൾ നോക്ക്, തേനൂറുന്ന വാക്കുകൾ. എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? ആ വാക്കുകൾ എന്ത് ചെയ്യരുത്? നിന്നെ സ്വാധീനിക്കരുത്. ഒരു കാര്യം ഉറക്കെ പറഞ്ഞേ, നിന്നെ സ്വാധീനിക്കരുത്. ദൈവവചനം പറയുക, ദൈവത്തിന്റെ വാക്കുകളാണ് നിന്നെ സ്വാധീനിക്കേണ്ടത്. ഒരു ഹല്ലേലൂയ പറയാവോ? വിസ്ഡം നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് വാക്കുകളിലൂടെയാണ്. ലിസൺ ടു മീ വെരി കെയർഫുള്ളി. എന്നാൽ അതേപോലെ ലോകവും നിന്നിൽ പ്രവർത്തിക്കുന്നത് വാക്കുകളിലൂടെയാണ്. ഓർക്കെ, ഒന്നും കൂടെ പറയാം. വിസ്ഡം നിന്നിൽ പ്രവർത്തിക്കുന്നത് വാക്കുകളിലൂടെയാണ്. ഉറക്കെ പറഞ്ഞേ, വിസ്ഡം എന്നിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാ? വിസ്ഡം എന്നോട് സംസാരിക്കുന്നത്, ഇടപെടുന്നത് എങ്ങനെയാണ്? വാക്കുകളിലൂടെയാണ്. എന്നാൽ ലോകം എങ്ങനെയാ ഇടപെടുന്നത്? നിന്നോട് സംസാരിക്കുന്ന ലോകവും വാക്കുകളിലൂടെയാ. എന്നോട് പറയുക, എൻ്റെ ചക്കരേ, ലോകത്തിന്റെ വാക്കാണ്. എൻ്റെ പൊന്നേ, ലോകത്തിന്റെ വാക്കാണ്. എൻ്റെ വിദേശങ്ങളിൽ പറയും മൈ ഹണി, എൻ്റെ തേനേ. ഈ എൻ്റെ തേനേ, ചക്കരേ, പൊന്നെ, അതൊന്നും തെറ്റല്ല കേട്ടോ. പക്ഷെ അന്യ സ്ത്രീയുടെ, അന്യ പുരുഷന്റെ വ്യക്തിപരമായി സ്വാധീനിക്കുന്ന വാക്കുകളായി ലോകം നിന്റെ അകത്തേക്ക് വരരുത്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ആ ലോകം നിന്നെ സ്വാധീനിക്കുമ്പോൾ നീ അറിയാതെ ദൈവത്തിന്റെ വാക്കുകളിൽ നിന്ന് അകലാൻ തുടങ്ങും.
എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ശബ്ദമേർത്തി ഹല്ലേലൂയ പറയാവോ? വേദപുസ്തകം പറയുന്നത് ലോകത്തിന്റെ വാക്കുകളാൽ സ്വാധീനിക്കപ്പെടരുത്. ഇത് ദൈവത്തിന്റെ ആലോചനയാണ്. ലോകത്തിൻ്റെ വാക്കുകളിൽ സ്വാധീനിക്കപ്പെടാത്ത ദൈവത്തിൻ്റെ ജ്ഞാനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ആമീൻ. അതിനാൽ നടന്നാട്ടെ, അതിനാൽ ജീവിച്ചാട്ടെ. ആ കർത്താവിൻ്റെ ജ്ഞാനം നിങ്ങളോട് സംസാരിക്കും നീ എന്ത് ചെയ്യണമെന്ന്. ലോകം പറയുന്ന വാക്കുകൾക്ക് ആമീൻ അതിന് ഒരു സ്ഥലത്ത് എത്തിക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ ജ്ഞാനം നിങ്ങളെ എത്തിക്കുന്നത് ശരിയായ വിധത്തിലായിരിക്കും, ശരിയായ മാർഗത്തിലായിരിക്കാം. അത് ക്രിസ്തു തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്കിനിയും ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ആൻറ്റിയുടെ മകനും ആൻറ്റിയും തമ്മിലുള്ള പ്രശ്നത്തിലുള്ളൊരു സാക്ഷ്യമാണ്. മകൻ്റെ പേര് സാനു. മകൻ മിലിറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. വസ്തുവിൻ്റെയും വീടിൻ്റെയും പേരിലുള്ള പ്രശ്നങ്ങൾ കാരണം മകൻ 3 വർഷമായിട്ട് അമ്മയോട് മിണ്ടത്തില്ല, ഒരു ബന്ധു തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആൻറ്റി പറയുന്നത് 1.5 മാസം മുൻപ് ജീസസ് ടൈം പ്രോഗ്രാം ചെയ്തു, ബ്രദർ പ്രാർത്ഥിച്ചു. 20 ദിവസം കഴിഞ്ഞപ്പോൾ ആ മകൻ വിളിച്ചു. ഇപ്പോൾ തുടർച്ചയായി വിളിക്കുന്നു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കരങ്ങളെ അടിച്ചെല്ലാവരും കർത്താവിനെ സ്തുതിച്ച് ആമേ. പിണക്കങ്ങൾ ഇണക്കങ്ങളായി തീരട്ടെ. കർത്താവ് ആന്റിക്ക് വലിയ വിടുതലുകൾ നൽകി. സിസ്റ്ററിന്റെ പേര് നീത എന്നാണ്. നെയ്യാറ്റിങ്ങര ചർച്ചിലാണ്. നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലീഡർ കൂടിയാണ്. ഈ സിസ്റ്ററിന്റെ പപ്പയിലെ കർത്താവ് ലഭിച്ച ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ഇന്ന് നമ്മുടെ മുൻപിലായിരിക്കുന്നത്. മരണകരമായ അവസ്ഥയിൽ നിന്നും ജീവനിലേക്ക് തിരിച്ചു വന്ന ഒരു സാക്ഷ്യമാണ്. ഈ വർഷം ഏപ്രിൽ പപ്പയ്ക്ക് കോവിഡ് വന്നതിനെ തുടർന്ന് സീരിയസ് ആയിരുന്നു. അഡ്മിറ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് സിസ്റ്ററിൻ്റെ ഉള്ളിലൊരു ചിന്ത തോന്നി, പപ്പ ഇപ്പോൾ മരണപ്പെട്ടു പോകും എന്നുള്ളൊരു തോന്നൽ വരാൻ തുടങ്ങി. ആ സമയം സിസ്റ്റർ പ്രാർത്ഥനയോടെ ഇരുന്നു. സിസ്റ്റർ പറയുന്നത് ആ സമയത്ത് സിസ്റ്ററിൻ്റെ ഉള്ളിലേക്ക് ഒരു വചനം വരാൻ തുടങ്ങി. ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരും എന്നൊരു വചനം സിസ്റ്ററിൻ്റെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. സിസ്റ്റർ പറയുന്നത് ആ വിശ്വാസത്തോടു കൂടി, ആ ഉറപ്പോടു കൂടി സിസ്റ്റർ പപ്പയുടെ ശരീരത്തിൽ കൈവച്ചു, പ്രാർത്ഥിച്ചു. പപ്പയുടെ ജീവൻ തിരിച്ചു ലഭിച്ചു എന്നാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ സിസ്റ്റർ പപ്പയുമായി സംസാരിച്ചപ്പോൾ പപ്പ പറഞ്ഞത് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കുന്ന സമയം പപ്പ പൊങ്ങിപ്പോകുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായി. ഒരു ഡോറിൽ പോയി തട്ടി. ആ സമയം പപ്പ ഒരു ശബ്ദം കേട്ടു, നിന്റെ സമയമായിട്ടില്ല, തിരിച്ചു പോവുക എന്ന് കേട്ടു. അങ്ങനെ ഒരു വലിയൊരു അത്ഭുതം നടന്നു. ഡോക്ടേഴ്സിന് പോലും അതിശയമാകുന്ന വിധത്തിലായിരുന്നു പപ്പയുടെ ജീവൻ തിരിച്ചു ലഭിച്ചതെന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? അതൊക്കെ ശരിയാണോ ശ്രേ? കാരണം അപ്പോഴേ കോവിഡ് ആയതുകൊണ്ട് സഹായിക്കാനൊന്നും ആരുമില്ലായിരുന്നു. അപ്പം എൻ്റെ ഒറ്റപ്പെടൽ എനിക്ക് സംശയമായി എന്നെക്കൊണ്ട് തന്നെ പറ്റുമോ എന്നുള്ളത്. അപ്പം ഞാൻ കൺഫ്യൂഷനിലായിരുന്ന സമയത്ത് പണ്ട് എൻ്റെ മോനെ ചെറിയ പ്രായത്തിൽ ഈ കീബോർഡൊക്കെ പഠിപ്പിച്ച ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ആ ചർച്ചിലാണ് അമ്മോന് പ്രാക്ടീസൊക്കെ കൊടുത്ത്. ഒരു ബന്ധമില്ലായിരുന്നു. ആ പാസ്റ്റർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാണ്, പപ്പ മരിക്കുന്നതാണ് ഞാനും കാണുന്നത്, ഇപ്പം സമയമായിട്ടില്ല, തിരിച്ചു പിടിച്ചോന്ന്. ഞാൻ ഈ ഏലിയാവും എലിശയും ഒക്കെ ഈ പത്രോസൊക്കെ പ്രാർത്ഥിച്ച മരിച്ചവരായ സാഹചര്യത്തിൽ തലയിൽ കൈയും വെച്ചിട്ട് ഞാനൊരു സ്റ്റൂളിൽ അവിടെ ഇരുന്നിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും സ്ട്രെച്ച് ചെയ്തിട്ട് എൻ്റെ പപ്പ തിരിച്ചു വരണം, സമയമായിട്ടില്ല, തൃപ്തിയുടെ ഒരു വാക്ക് പപ്പ പറഞ്ഞിട്ടില്ല ഇതുവരെ, എന്നും പരിഭവം പറഞ്ഞിട്ടുള്ളൂ. ആ ദീർഘായുസ് കൊണ്ട് പപ്പ തൃപ്തി പറഞ്ഞതിന് ശേഷമേ മരിക്കേണ്ട സമയമാകത്തുള്ളൂ, തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ. അന്നേരം തന്നെ എൻ്റെ കട്ടിൽ, ഞാൻ കിടക്കുന്ന കട്ടിൽ ഭയങ്കര ഒരു വെളിച്ചം അവിടെ കാണുന്നു, മിന്നൽ പോലെ ഒരു വെളിച്ചം. പക്ഷേ പപ്പ ആ സമയത്ത് വലിച്ച് ശ്വാസം എടുക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. അവൻ കർത്താവ് ഓരോ അത്ഭുതങ്ങളും ചെയ്യുന്നത് നമ്മുടെ വിശ്വാസങ്ങൾ വർദ്ധിക്കാനാണ്. ഒന്ന് കരങ്ങളെ അടിച്ചെല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. അടുത്തിരിക്കുന്നവർക്കൊന്ന് കരങ്ങളെ കൊടുത്തിട്ട് പറഞ്ഞേ, മരിച്ച് നശിക്കാനല്ല ദൈവം നമ്മളെല്ലാവരെയും വിളിച്ചത്, ആമേ ജീവനോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കാനാണ്. എല്ലാവരും ഒന്ന് കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ടി വി പ്രേക്ഷക സംഗമം ഏപ്രിൽ 18 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മൂത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറാണി. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഏപ്രിൽ 21 രാവിലെ 8 മണി മുതൽ. സ്ഥലം സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഏപ്രിൽ 28 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ക്യാമ്പ് തിരുവനന്തപുരം മെയ് 1-2 തീയതികളിൽ ബ്രദർ ജോൺ താരു ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. സ്ഥലം കോട്ടയ്ക്കാട്ട് കൺവെൻഷൻ സെന്റർ, നവജീവൻ സ്കൂളിന് എതിർവശം, നാലാഞ്ചിറ.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ഓരോ അത്ഭുതങ്ങളും ജീവിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മുടെ ഉള്ളിൽ വരച്ചു കാണിക്കുന്നത്. അനേകർ ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് എങ്ങനെയാണ് ഈ അത്ഭുതം നടക്കുന്നത്? ജീവിക്കുന്നൊരു ദൈവത്തെ നമുക്ക് കാണിച്ചു കൊടുക്കാനായി കഴിയും. അത്ഭുതങ്ങൾ കർത്താവിൻ്റെ കരങ്ങളാൽ അവൻ്റെ സാക്ഷ്യമായിട്ട് നമ്മളെ ഓരോരുത്തരും നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സാക്ഷികളാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പോൾ ദൈവിക നന്മയിലും നിറവിലും അപ്പോൾ ഈ കുടുംബങ്ങളായിത്തീരട്ടെ. അപ്പോൾ യേശുവേ, ജ്ഞാനമുള്ള സ്വഭാവത്തിലേക്ക് നിറവിലേക്ക് കർത്താവെ കുടുംബങ്ങളായിത്തീരട്ടെ. അപ്പോൾ യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അപ്പോൾ ഈ വീടുകളെ അവിടുന്ന് പണിയണമേ. അപ്പോൾ ഈ ഭവനങ്ങളെ അവിടുന്ന് പണിയണമേ. അപ്പോൾ ജ്ഞാനത്തിൻ്റെ വാക്കുകൾ, അപ്പോൾ ക്രിസ്തു വെളിപ്പെടുന്ന വാക്കുകൾ അപ്പോൾ ഈ വ്യക്തികളിൽ നിന്ന് ഉളവാകട്ടെ. അപ്പോൾ യേശുവേ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. യേശുവേ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എനിക്കൊരു സിസ്റ്ററിനെ കാണാം. ആ സിസ്റ്ററിൻ്റെ റിപ്സിൽ വേദനയാണ്, വാരിയലുകൾക്ക് വേദനയാണ്. കർത്താവിൻ്റെ സൗഖ്യം ആ സിസ്റ്ററിന് മേൽ ചലിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിലപ്പാ. കർത്താവെ, അത് പൂർണ്ണമായി മാറിപ്പോകട്ടെ അപ്പാ. യേശുവെ, അത് പൂർണ്ണമായി മാറിപ്പോകട്ടെ അപ്പാ. അപ്പോൾ അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതേപോലെ തന്നെ എനിക്ക് കാണാം തലയുടെ പുറകുവശത്ത് കഴുത്തിനോട് ചേർന്ന് ആ ഭാഗത്ത് വേദനയോടെ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. എപ്പോഴും അവിടെ വേദന തോന്നും, എപ്പോഴും അവിടെ വേദനയാണ്. തല ശരിയായ വിധത്തിൽ ചരിക്കാനോ കിടക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പ്രയാസത്തോടായിരിക്കുകയാണ്. ആ വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ കരം ചലിക്കുന്നു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ വീടുകളിൽ ക്രിസ്തു വാഴട്ടെ അപ്പാ. ഈ വീടുകളിൽ ക്രിസ്തു വസിക്കട്ടെ അപ്പാ. ദൈവത്തിൻ്റെ നിറവുണ്ടാകട്ടെ അപ്പാ. ഇവരുടെ ലൈഫ് മാറട്ടെ അപ്പാ. ജ്ഞാനത്തിൻ്റെ നിറവ്, ക്രിസ്തുവിൻ്റെ നിറവ് ഇവരിൽ നിന്ന് വെളിപ്പെടട്ടെ അപ്പാ. ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. ഇവർ സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് വരട്ടെ. ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിറവ് വെളിപ്പെടട്ടെ അപ്പാ. യേശുവേ, അപ്പോൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ ഓരോരുത്തർക്കുമായിരിക്കാം. ആമേൻ. ശുഭകരമായ ഭാവിയെ കർത്താവ് തരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.